2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ മുന്നണികളിലും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മൂന്നാം തവണയും അധികാരത്തിലെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്നാൽ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കോൺഗ്രസ് പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നൊരുക്കത്തോടു കൂടി തന്നെ ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആഗ്രഹിക്കുന്നത്. എന്നാൽ അതേസമയം കേരളത്തിൽ ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ഇത് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പുമാണ്. മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 2019 ശേഷം കേരളത്തിലെ BJPയുടെ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ സാരമായി തന്നെ വർധനവ് കാണാം. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 19% വോട്ടാണ്. അതിനുശേഷം ഇനിയിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPയുടെ ലക്ഷ്യം ആ 19 നിന്നും 30% വോട്ടുകളിലേക്ക് വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. ആ ദൗത്യം നിക്ഷിപ്തമായിരിക്കുന്നത് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന്റെ ചുമലിലും. എന്തുതന്നെയാണെങ്കിലും BJPയുടെ അണിയറയിലും കാര്യങ്ങളെല്ലാം തന്നെ തകൃതിയായി നടക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് BJPക്ക് പ്രതീക്ഷയുള്ള ഏതാനും ചില മണ്ഡലങ്ങളിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയ കരുനീക്കങ്ങളും നടക്കുന്നുണ്ട്. ഏറെക്കുറെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനവുമായിട്ടുണ്ട്. BJP മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളും ഏതാണ് എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏത് വിധേനയും പിടിച്ചെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തെ തന്നെ 3 മണ്ഡലങ്ങൾ കൈക്കലാക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യം തന്നെയാണ്. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ തൃശ്ശൂര്, അതേ തൃശ്ശൂരിൽ തന്നെ നിയമസഭാ മണ്ഡലത്തിൽ കൂടി അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടി BJPക്കുണ്ട്. മാത്രമല്ല, K. സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പോലും ചോദ്യചിഹ്നമായി മാറിയ പാലക്കാട് നിയോജക മണ്ഡലവും കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതും BJPയുടെ അജണ്ടയിലുണ്ട്. ഇനി ഇവയിലൊന്നും പെടാത്ത മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയിലും ശോഭാ സുരേന്ദ്രന് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയും ഇത്തവണ പരിഗണനാ പട്ടികയിലുണ്ട്. സ്വാഭാവികമായും എല്ലാ മണ്ഡലങ്ങളിലേക്കും വേണ്ട സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണ് എന്ന കാര്യത്തിൽ BJPയുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു, കേരളം BJP ഭരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യമെന്ന്. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്കും രാജീവ് ചന്ദ്രശേഖറിനും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏതെല്ലാമാണ് മണ്ഡലങ്ങൾ എന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാനായി BJPക്ക് ലഭിക്കാൻ പോകുന്ന 3 മണ്ഡലങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്ന് കഴക്കൂട്ടവും, മറ്റൊന്ന് വട്ടിയൂർക്കാവും, മറ്റൊന്ന് നേമവുമാണ്. ഈ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും നേമവും എല്ലാം തന്നെ BJPക്ക് അനുകൂല സാഹചര്യം കൂടിയാണ്. അവിടെ BJPക്ക് അടിസ്ഥാന വോട്ടുകൾ ഉണ്ട് എന്ന ബോധ്യവും കൃത്യമായി തന്നെ അവിടെ പ്രചരണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ മണ്ഡലങ്ങൾ കൂടെ പോരുമെന്നുള്ള വിശ്വാസവും യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖറിനും BJP പ്രവർത്തകർക്കുമുണ്ട്. എന്തുതന്നെയാണെങ്കിലും വട്ടിയൂർക്കാവിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും കളത്തിലിറങ്ങുക എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിടുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് BJPയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വന്നില്ലെങ്കിൽ പോലും BJP എതിർക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് ഏറെ സ്വാധീനമുണ്ടെന്ന് BJP വിശ്വസിക്കുന്ന മണ്ഡലമാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ K. മുരളീധരൻ നിൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് തീർച്ചയായും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്ന മണ്ഡലമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് VK പ്രശാന്തിനുള്ള ജനപിന്തുണയും ഇടതുപക്ഷത്തിന് വലിയ വിശ്വാസം തന്നെ നൽകുന്നുണ്ട്. സ്വാഭാവികമായും വട്ടിയൂർക്കാവിൽ നടക്കാനിരിക്കുന്നത് ഒരു ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ മത്സരം കനക്കാനുമുള്ള സാധ്യതയുണ്ട്. അടുത്തത് കഴക്കൂട്ടം നിയോജക മണ്ഡലമാണ്. കഴക്കൂട്ടത്തെ സംബന്ധിച്ച് കഴക്കൂട്ടത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി എത്താൻ പോകുന്നു എന്ന വാർത്തകൾ പരക്കുന്നത് V. മുരളീധരൻ്റെ പേരിലാണ്. V. മുരളീധരനായിരിക്കും കഴക്കൂട്ടത്ത് മത്സരിക്കുക എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. കഴക്കൂട്ടത്തെ സംബന്ധിച്ചും കഴക്കൂട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും അവിടെയും BJPക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മണ്ഡലം തന്നെയാണ്. അടുത്തത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവിടെ മത്സരിക്കാൻ സാധ്യത കരമന ജയനാണ് എന്ന സൂചനകളും ലഭ്യമായി കഴിഞ്ഞു. ഇനി തിരുവനന്തപുരത്തിന് പുറത്തേക്ക് പരിശോധിക്കുമ്പോൾ അടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായി ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലങ്ങളിലെല്ലാം തന്നെ മത്സരിക്കുന്നുവോ അവിടെയെല്ലാം തന്നെ അടിസ്ഥാന വോട്ടിൽ നിന്ന് നേരിയ ഒരു ശതമാനമെങ്കിലും വർധന ഉണ്ടാക്കുക എന്നുള്ളത് ശോഭാ സുരേന്ദ്രനിൽ ഏൽപ്പിച്ച വിശ്വാസം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ആ വിശ്വാസം കൃത്യമായി തന്നെ പാലിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് വലിയൊരു വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ആലപ്പുഴയിലെ കായംകുളത്താണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒരുപക്ഷെ കായംകുളത്തേക്ക് വരുമ്പോൾ അതൊരു ഇടതു കോട്ടയാണ്, അല്ലെങ്കിൽ ഇടതിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് എന്നെല്ലാം പറയുമ്പോഴും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ വോട്ട് വർദ്ധിക്കുമെന്നും ഒരുപക്ഷെ നല്ല രീതിയിൽ പ്രചരണം നടക്കുകയാണെങ്കിൽ മണ്ഡലം ചിലപ്പോൾ BJPക്ക് പിടിച്ചെടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷയും BJPക്കുണ്ട്. അടുത്തത് തൃശൂർ നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായ ബാലചന്ദ്രനാണ് അവിടെ വിജയിച്ചു വന്നത്. CPI സംബന്ധിച്ച് അധികമൊന്നും തന്നെ കഷ്ടപ്പെടാതെ എളുപ്പത്തിൽ വിജയിക്കാനായ മണ്ഡലം കൂടിയാണ് തൃശൂർ നിയമസഭാ മണ്ഡലം. എന്നാൽ അതേസമയം തന്നെ ഇത്തവണ തൃശൂരിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാലാണ്. സ്വാഭാവികമായും പത്മജ ഇത്തവണ മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായിട്ടാണ്. BJP സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ വരുമ്പോൾ BJPക്കും പത്മജയ്ക്കും ഏറെ പ്രതീക്ഷയുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് നേരെയുള്ള കൃത്യമായ തുറുപ്പുചീട്ട് കൂടിയായി മാറുകയാണ് പത്മജ തൃശ്ശൂരിൽ. മാത്രമല്ല പത്മജയുടെ പരാജയമായി പത്മജ തന്നെ പറയുന്ന തമ്മിൽ തല്ലിലും അല്ലെങ്കിൽ കൂടെ നിന്നുള്ള ചെറുടുവലികളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇത്തവണ ഉണ്ടായില്ല എങ്കിൽ, കൃത്യമായ രീതിയിൽ പ്രചരണം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പത്മജയ്ക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ഭയങ്കരമായ രീതിയിൽ പത്മജയ്ക്കും BJPക്കും ഉണ്ട്. മാത്രമല്ല K. മുരളീധരനാണെങ്കിലും K. കരുണാകരനാണെങ്കിലും ഏറെ സ്വാധീനമുള്ള മണ്ഡലം എന്ന നിലയിൽ ആ ലെഗസിയെ പിന്തുടർന്നുകൊണ്ട് ഒരുപക്ഷെ പത്മജയ്ക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ളതും അതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. അടുത്തത് പാലക്കാടാണ്. പാലക്കാടിനെ സംബന്ധിച്ച് 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു വലിയ തോതിൽ കലഹത്തിലേക്ക് നീങ്ങിയത്. BJPയെ സംബന്ധിച്ച് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട് എന്നിരുന്നെങ്കിൽ പോലും BJPക്ക് വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് BJPക്ക് അകത്തെ ആഭ്യന്തര കലഹത്തിലേക്ക് പോലും നയിച്ചിട്ടുണ്ടായിരുന്നത്. സന്ദീപ് വാര്യരുടെ പോലും പാർട്ടി മാറിലേക്കെല്ലാം തന്നെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് മണ്ഡലം ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യം തന്നെയാണ്. ഒരുപക്ഷെ BJPക്ക് അത് സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് അവിടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും തങ്ങളുടെ സ്വാധീനം പോകാതെ, അന്യം നിന്ന് പോകാതെ ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇതുവരെ മുഖപരിചയമില്ലാത്ത പുതിയ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാനാണ് സാധ്യത എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ C. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളെല്ലാം തന്നെ പാലക്കാട് നിറഞ്ഞു നിന്നിരുന്നു. C. കൃഷ്ണകുമാറിനെ എന്നും കണ്ടു പരിചയിച്ച പാലക്കാടുകാർക്ക് മുന്നിലേക്ക് ഒരു പുതിയ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കുവാനാണ് BJPയുടെ നീക്കങ്ങൾ.